ഇന്ന് നാം കുടുംബമായി ഒത്തുകൂടുന്നു. രക്തബന്ധത്താലല്ലേ, സ്നാനത്താൽ. പേരുകൊണ്ടല്ല, യേശുവിന്റെ നാമത്താൽ. എന്നാലും ഒരു സത്യം നമുക്കറിയാം, ആഴമായ സ്നേഹം പലപ്പോഴും ആഴമായ മുറിവുകൾക്ക് അടുത്താണ് ജീവിക്കുന്നത്. വടികളും കല്ലുകളും എറിഞ്ഞാൽ വേദനയില്ല. വാക്കുകൾ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. വാക്കുകൾ മൃദുവായ നുണയാണ്, വാക്കുകൾ വേദനിപ്പിക്കുന്നു. കുടുംബത്തിൽ നിന്നുള്ള വാക്കുകൾ എത്രയും ആഴത്തിൽ മുറിവേൽപ്പിക്കും. ഇന്നത്തെ സുവിശേഷം മർക്കോസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യേശു വീട്ടിലേക്ക് പോയി, ജനക്കൂട്ടം വീണ്ടും വന്നുകൂടി. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. യേശുവിന്റെ കുടുംബം ഇത് കേട്ടു അവൻ ഭ്രാന്താണ് എന്ന് ആളുകൾ പറയുന്നത് കേട്ടതിനാൽ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ അവർ പുറപ്പെട്ടു. ഇത് ശ്രദ്ധിക്കുക, യേശുവിനെ ആദ്യം തടയാൻ ശ്രമിച്ചത് ശത്രുക്കളോ പരീശന്മാരോ അല്ല, അവന്റെ സ്വന്തം കുടുംബമാണ്. അവർ പറഞ്ഞു, അവൻ വളരെ ദൂരം പോയി, അവൻ നമ്മെ ലജ്ജിപ്പിക്കുന്നു, അവൻ ഭ്രാന്താണ്. അവനെ നിയന്ത്രിക്കാൻ തിരികെ കൊണ്ടുവരാൻ പോയി. യേശു തിരസ്കരിക്കപ്പെട്ടത് കുടുംബത്തിൽ നിന്നാണ്. വചനം മാംസമായി വന്നപ്പോൾ ജഡത്തിനും വേദനയും ഏകാന്തതയും തെറ്റിദ്ധാരണയും അനുഭവപ്പെടാമെന്ന് സുവിശേഷം കാണിക്കുന്നു. ഇത് നമുക്കെന്താണ് പറയുന്നത്? ദൈവത്തോടുള്ള അനുസരണം ഭ്രാന്തായി തോന്നുമ്പോൾ നാം അത് പുതപ്പെടേണ്ടതില്ല. വിശുദ്ധി തെറ്റായി വിളിക്കപ്പെടുമ്പോൾ